നമസ്കാരം. അപ്പം നമ്മൾ ഇന്ന് കൊണ്ടുവന്നേക്കുന്ന വണ്ടി ഏതാണെന്നറിയാമോ? നമ്മുടെ ടാറ്റയുടെ ചേസിൽ ഓജസ് ബോഡി ചെയ്തേക്കുന്ന വണ്ടിയാണ്. ടാറ്റയുടെ ചേസിൽ 5400 mm വീൽ ബേസ് വരുന്ന നമ്മുടെ ടാറ്റയുടെ LPO ചേസാണ്. അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഓജസ് ആണ് ബോഡി ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവൻ്റെ കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വണ്ടി പിന്നെ വേറൊരു പ്രത്യേകതകളുണ്ട്. ഈ വണ്ടി നമ്മുടെ മംഗലശ്ശേരിയിലെ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ അവരുടെ പുതിയ പേരാണ് മാധവം എന്നുള്ളത്. അപ്പോൾ ഇവർ കുറേ വണ്ടികളൊക്കെ വിറ്റ് പോയി കഴിഞ്ഞപ്പോഴേക്കും അവർ പേരൊന്നും മാറിയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവർ സ്വന്തമായിട്ട് അങ്ങോട്ട് പേര് മാറി. അങ്ങനെയാണ് ഈ മാധവത്തിലേക്ക് എത്തിയത്. അപ്പോൾ ഇവൻ്റെ കാഴ്ചകളാണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കൊക്കെ ചെയ്തേക്കണല്ലോ, നല്ല അടിപൊളിയായിട്ടോ ഇൻറ്റീരിയൽ കാര്യങ്ങളൊക്കെ ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവരും കുറേ പേര് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ലാന്നോ, നിങ്ങൾ ലൈലാൻഡ് ഒന്ന് മാറ്റി പിടിച്ചിട്ട് പല ടൈപ്പിലുള്ള വണ്ടികളൊക്കെ കൊണ്ടുവരണമെന്ന് പറഞ്ഞില്ലാന്നോ. അപ്പോൾ അതെ ടാറ്റയുടെ ചേസ്. അപ്പോൾ ഇവൻ്റെ കൂടുതൽ കാഴ്ചകൾ നമുക്ക് കണ്ടു തുടങ്ങിയേക്കാം അല്ലേ. അപ്പോൾ അതെ നമ്മൾ സാധാരണ കൊണ്ടുവരുന്ന വണ്ടി നമ്മുടെ ഓജസിൽ ബോഡി കെട്ടിയത് 34 അല്ലേ. ഇത് 37 സീറ്റാട്ടോ. 5400 വീൽ ബേസ് വരുന്നത്. അപ്പം നമുക്ക് ഇവൻ്റെ പുറമേ ഒരു കാഴ്ചകൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അകത്തേക്ക് കയറാം കേട്ടോ. അപ്പോൾ ഇതേ കൊമ്പന് നെറ്റിപ്പട്ടം ചാർത്തിയ പോലെ ഇവൻ്റെ പേര് മാധവം എന്നുള്ളത്, മാധവം ഹോളിഡേയ്സ്. അതിൻ്റെ ഒരു എംബ്ലവും കാര്യങ്ങളെല്ലാം മുകളിൽ ഗ്ലാസ്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു കൊമ്പ്, രണ്ട് സൈഡിലെ ആ കൊമ്പ് അടിപൊളിയല്ലേ നോക്കി. പിന്നെ ഇതേ നോക്കുവാണെങ്കിൽ അവിടെ നിന്ന് താഴേക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ ഓജസിന്റെ എംബ്ലം കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഹെഡ്ലൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഹെഡ്ലൈറ്റാണ്. ഈ സൈഡിൽ ആ ചെറിയ ചെറിയ ലൈറ്റുകളൊക്കെ കൊടുത്തേക്കണേ, ഒരു പ്രത്യേക രസമല്ലേ എന്നൊക്കെ. നമ്മുടെ ഓജസിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റുകളാണ്. പിന്നെ അവിടെ നിന്ന് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണെങ്കിൽ മൊത്തത്തിലൊരു അടിപൊളി ഷേപ്പ് തന്നെയല്ലേ നോക്കി നമ്മുടെ ഓജസ് അസ്ത്ര. പിന്നെ അവിടെ നിന്ന് ഈ ഒരു സൈഡിലേക്കുള്ള വ്യൂ നമുക്ക് നോക്കാം. അപ്പോൾ ഈ സൈഡിലേക്ക് വരുമ്പോഴേക്കും മംഗലശ്ശേരി എന്നുള്ള വലിയൊരു പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലും മംഗലശ്ശേരി എന്നുള്ള പേരുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവർ പേര് മാറ്റിയേക്കണെയാണ്. അവരുടെ എംബ്ലവും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് അപ്പോൾ നമുക്കിനി നമ്മുടെ ടയറുകളിലേക്ക് നോക്കാം. അപ്പോൾ ടയറിൽ കൊടുത്തേക്കണേ വീൽ കപ്പ് നമ്മുടെ ഓജസിൻ്റെ വീൽ കപ്പാണ് കൊടുത്തേക്കണത്. നല്ല രസമില്ല എന്നൊക്കെയാണ് ഡിസൈനും കാര്യങ്ങൾ. പിന്നെ ടയർ വന്നേക്കണത് 235/75 17.5 റേഡിയൽ ടയറാണ് കേട്ടോ വന്നേക്കണേ. ഇനി നമുക്ക് ഈ സസ്പെൻഷനിലേക്ക് നോക്കാം അല്ലേ. സസ്പെൻഷനിലേക്ക് നോക്കുമ്പോൾ ഡ്യുവൽ സ്റ്റേജ് പാരാബോളിക് സസ്പെൻഷനൊക്കെ ആയിട്ടാണ് വന്നേക്കണേ. ഈ ഒരു സൈഡിലേക്ക് കുറേ ഇൻഡിക്കേറ്റർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ആഡ് ബ്ലൂവിൻ്റെ ടാങ്ക്, അതുപോലെ ഫ്യൂൽ ടാങ്ക് ഈ സൈഡിലാണ് വരുന്നത്. ഫ്യൂൽ ടാങ്ക് നോക്കുകയാണെങ്കിൽ 160 ലിറ്ററാണ്. ആഡ് ബ്ലൂ നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ വരുന്നത്, 18 ലിറ്ററിൻ്റെയും അതുപോലെ തന്നെ 25 ലിറ്ററിൻ്റെയും രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം ഈ സൈഡിലെല്ലാം ഡിക്കി സ്പേസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലേക്കുള്ളൊരു വ്യൂ നോക്കുകയാണെങ്കിൽ ഇവിടെയായിട്ടാണ് എമർജൻസി ഡോറ് കാര്യങ്ങളെല്ലാം വന്നേക്കുന്നത്. അപ്പോൾ ദേ ഈ ഒരു സൈഡിലെ വ്യൂ നോക്കി. ഇനി നമുക്ക് അവിടെ നിന്ന് നേരെ പുറകോട്ട് നോക്കാം അല്ലേ. അപ്പോൾ ഈ ഒരു പുറകിലൊരു വ്യൂ. അപ്പോൾ ഇവരുടെ പേരും ഡീറ്റെയിൽസും എല്ലാം ഈ ഒരു ബാക്കിലായിട്ടായിട്ട് കൊടുത്തേക്കണേ അവരുടെ. പിന്നെ ഓജസിൻ്റെ വലിയൊരു ബാഡ്ജിങ് ഈ ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓജസിൻ്റെ അടിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബാക്കിലെ ടെയിൽ ലൈറ്റ്, ഇൻഡിക്കേറ്റർ അതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോർഷനിൽ ഡിക്കി സ്പേസ് ആണ് വന്നേക്കുന്നത്. പിന്നെ നമുക്ക് നേരെ അവിടെ നിന്ന് ഇപ്പുറ സൈഡിലേക്ക് നോക്കാം. അപ്പോൾ അപ്പുറ സൈഡിലേക്ക് പോലെ തന്നെ വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ആഡ്ബ്ലൂവിൻ്റെ ടാങ്ക്, ഡീസൽ ടാങ്കൊന്നും ഇല്ലാന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് ഉപയോഗിക്കുക മംഗലശ്ശേരി എന്നുള്ളൊരു ബാഡ്ജിയും കാര്യങ്ങളെല്ലാം പേരെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ ഈ ഡിക്കി സ്പേസും നോക്കി, ഇഷ്ടം പോലെ സ്ഥലം കേട്ടോ. പന്ത് കളിക്കാനുള്ള സ്ഥലമുണ്ട് കണ്ടോ. പിന്നെ അവിടെ നിന്ന് നേരെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സൈഡിലൊക്കെ അത്യാവശ്യം ലഗേജുകൾ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കേട്ടോ. ബാറ്ററിയുടെ പോർഷൻ ഈ വന്നേക്കനെയാണ്. അപ്പോൾ ഡിക്കി സ്പേസിന് യാതൊരു കുറവുമില്ല കേട്ടോ. സംഭവം അടിപൊളിയല്ലേ നോക്കി. അപ്പോൾ അതേ ബാക്കിൽ ഡിക്കി സ്പേസ് ഉണ്ടോ. ഈ ഒരു സൈഡിലും ഡിക്കി സ്പേസ് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഹാർഡ് ബ്ലോവും ഫ്യൂൽ ടാങ്കും എല്ലാം വരുന്നുണ്ട്. അവിടെ സ്പേസ് ഇല്ല, പക്ഷേ ഇഷ്ടം പോലെ ഡിക്കി സ്പേസ് വണ്ടിക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി വണ്ടിക്ക് അകത്തേക്ക് കയറാം അല്ലേ. ഡോറ് തുറന്നു, നമുക്ക് വണ്ടിക്ക് അകത്തേക്ക് നോക്കാം. അപ്പോൾ ക്യാബിൻ നോക്കി നമുക്ക് ക്യാബിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഇതെല്ലാം ലേറ്റ് ഉള്ള കേട്ടോ. രാത്രി ഭയങ്കര രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഇപ്പോൾ നല്ല ഉച്ചയായതുകൊണ്ടാണ് ഇത്രയും വെട്ടം കുറവുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഓഡിയോസ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് ട്രാൻസ് ഓഡിയോസാണ്. അവരുടെ സിസ്റ്റം കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത് കേട്ടോ. നമുക്ക് വണ്ടിയുടെ പുറകിലേക്ക് കയറാം. ഡോറ് തുറന്നു. ഇനി അവിടെ നിങ്ങൾക്ക് അകത്തേക്ക് വരുമ്പോഴേക്കും അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ 37 സീറ്റാട്ടോ വന്നേക്കണേ. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു കാഴ്ചകൾ കണ്ട് നമുക്കിനി. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ റൂഫിൽ ചെയ്തേക്കണ വർക്ക് കണ്ടോ, നല്ല രസമായിട്ടില്ല എന്നൊക്കെ. ഒരു മയിൽപീലിയുടെ ഒരു തീം പോലെ കൊടുത്തേക്കണേ.
ഇതേ വെട്ടം കുറച്ചും കൂടെ മങ്ങി കഴിയുമ്പോഴേക്കും കാഴ്ചകൾ കാണിച്ചു കേട്ടോ. അപ്പോഴത്തേനും നല്ല ലൈറ്റൊക്കെ വന്നിരിക്കും ഭയങ്കര രസമാണ് അകത്തെ. പിന്നെ അതുപോലെ തന്നെ അകത്തെ ഒരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും നമ്മൾ വൈറ്റും അതുപോലെ തന്നെ ഈ ഒരു കളറിലുള്ള സീറ്റുകളുമാണ് കൊടുത്തേക്കണേ. ഈ ഒരു കോംബോ തന്നെയാണെങ്കിലും വണ്ടിയുടെ അകം കാണാനായിട്ട് നല്ല രസമില്ലേ നോക്കി. പിന്നെ എടുത്തു പറയേണ്ടത് പുഷ് ബാക്ക് സീറ്റാണ്. 37 സീറ്റ് വണ്ടിയാണ്, പുഷ് ബാക്ക് സീറ്റോ. സീറ്റുകളിലേക്ക് AC-യുടെ വെൻ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് മൊബൈൽ കുത്താനായിട്ടുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. USB-യും കുത്താം, C ടൈപ്പും കുത്താവേ. അപ്പോൾ എല്ലാവർക്കും എല്ലാ സീറ്റിലും തന്നെ അത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഉണ്ടല്ലോ നമുക്ക് കൈ വെക്കാനായിട്ടുള്ള ഇത് സെൻറ്ററിൽ സാധാരണ നമുക്ക് വരാറില്ല. അപ്പോൾ ഈ ഒരു സെൻറ്ററിലും ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് ഇഷ്ടംപോലെ സ്പേസാണ്. ഇപ്പോൾ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും കാണാം 2 പേർക്ക് നല്ല സിമ്പിളായിട്ട് ഇരിക്കുക കേട്ടോ. വണ്ടിക്ക് ചേസിന് ലെങ്ത് ഉള്ളതുകൊണ്ട് നല്ല സിമ്പിളായിട്ട് നല്ല അത്യാവശ്യം മുഴുത്ത സീറ്റുകൾ എന്ന് വെച്ചാൽ തിങ്ങി ഞെരിഞ്ഞൊന്നും ഇരിക്കണ്ട, നമുക്ക് അത്യാവശ്യം നന്നായിട്ട് വിസ്തരിച്ചിരിക്കുക കേട്ടോ. ഇവിടെ വലിയൊരു TV എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ സീറ്റിലും ഇരുന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് TV കണ്ട് പുഷ് ബാക്ക് സീറ്റ് ലൈറ്റൊക്കെ ഇട്ട് സൗണ്ടൊക്കെ ആണെങ്കിലും അടിപൊളിയാണ്. സൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ കോപ്പി റൈറ്റിംഗ് അടിക്കുമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ പക്ക സൗണ്ട് കേൾപ്പിക്കാത്തത്. അപ്പോൾ എന്തായാലും എല്ലാം ചെയ്തേക്കണ ഭയങ്കര അടിപൊളിയായിട്ട് തന്നെയാണ് കേട്ടോ. നമ്മൾ ടാറ്റയുടെ എല്ലാ വണ്ടിയിലും തന്നെ അതേ രീതിക്കുള്ള സ്റ്റിയറിങ്, ടാറ്റയുടെ എംബ്ലവും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വളരെ ചെറിയൊരു സ്റ്റിയറിംഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്റ്റിയറിങ് ടിൽറ്റബിളും ടെലിസ്കോപ്പിക്കും ഒക്കെ ആക്കാൻ പറ്റും കേട്ടോ. നമുക്ക് കംഫർട്ട് അനുസരിച്ചിട്ട് സെറ്റ് ചെയ്യാം. ഇനിയേ നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. ഓടിച്ചു നോക്കണതിൻ്റെ ഒപ്പം എൻജിൻ്റെ സൗണ്ട് കേട്ടോ. തീരെ സൗണ്ടില്ലാട്ടോ. ഞാൻ കുറച്ചും കൂടെയൊക്കെ സൗണ്ട് പ്രതീക്ഷിച്ചിടും. അപ്പോൾ അതെ വണ്ടി ഓൺ ആക്കുമ്പോഴുള്ള സൗണ്ട് കേട്ടോ, എൻജിൻ്റെ സൗണ്ട് കേട്ടോ. കണ്ടോ, ഭയങ്കര ചെറിയ സൗണ്ടല്ലേ എന്ന് ചോദിച്ചേ. സാധാരണ കുറച്ചും കൂടെ കൂടുതൽ സൗണ്ടല്ലേ വണ്ടിക്ക് വരാറ്, ഇതിന് തീരെ സൗണ്ടില്ല കേട്ടോ. ഞാൻ ഒന്ന് റേസ് ചെയ്യാം. നമുക്കിനിയേ ഒന്ന് ഓടിച്ചു നോക്കിയാ കേട്ടോ. വണ്ടി ഭയങ്കര സ്മൂത്താട്ടോ. സാധാരണ ടാറ്റയുടെ ഒരു ചേസ് ഓടിക്കണ പോലെ അല്ലല്ലോ, ഇതിൻ്റെ അകത്ത് വ്യത്യാസമുണ്ട്. സസ്പെൻഷനിലൊക്കെ ആണെങ്കിൽ നല്ല വ്യത്യാസമുണ്ട്. ഭയങ്കര സ്മൂത്താണ്. എന്തായാലും വണ്ടി അടിപൊളിയാട്ടോ. അപ്പോൾ നമുക്കിനി നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഒന്ന് നോക്കിയേക്കാം അല്ലേ. പുതിയ വണ്ടി ആയതുകൊണ്ട് സ്റ്റിക്കറൊന്നും പറിച്ച് കളഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് RPM, അതുപോലെ ടെമ്പറേച്ചർ, ഇവിടെ നമ്മുടെ വണ്ടിയുടെ എയറിൻ്റെ ബാറ്, ഫ്യൂവല്, പിന്നെ ഇപ്പം നിലവിൽ വണ്ടി കിടക്കുന്ന ഹെവി മോഡിലാണ്. പിന്നെ അതിന് തൊട്ടിപ്പറയാണ്ടിൽ നമ്മുടെ ആർട്ട് ബ്ലൂവിൻ്റെ അളവ് അറിയാൻ പറ്റും, വണ്ടിയുടെ ടോട്ടൽ കിലോമീറ്റർ. പിന്നെ അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓഡോമീറ്റർ, പിന്നെ ഇവിടെ ഫ്യൂവല്, പിന്നെ ബാക്കി എല്ലാ GPS-ൻ്റെയും കാര്യങ്ങളെല്ലാം ഈ താഴേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ സ്റ്റിയറിങ്ങിലേക്ക് നോക്കും. പിന്നെ ഇവിടെ കുറേ സ്വിച്ചുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മോഡുകൾ കൊടുത്തിട്ടുണ്ട്, ലൈറ്റ്, ഹെവി അങ്ങനെയുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആർട്ട് ബ്ലൂവിൻ്റെ, പിന്നെ ഇവിടെയായിട്ട് ഒരു റിവേഴ്സ് ക്യാമറ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിംഗ് ഇപ്പോൾ നമ്മൾ താത്തിട്ടേക്കുവാണ്. പിന്നെ ഇവിടെ 2 സൈഡിലും ഓരോ ലിവറുകൾ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗിയർ നോബ് ഈ വന്നേക്കണെയാണ്. അപ്പോൾ 6+ റിവേഴ്സ് ആട്ടോ. അപ്പോൾ നമുക്കിനിയേ നമ്മുടെ വണ്ടിയുടെ അത്യാവശ്യം കാര്യങ്ങളങ്ങ് പറഞ്ഞു വിട്ടേക്കട്ടോ. അതായത് എഞ്ചിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പേര് ഒന്നോടെ പറയാം. ടാറ്റ LPO 5400 mm. ഈ LPO എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് പ്ലാറ്റ്ഫോം ഓവർ ഹാങ്, അതായത് 11.6/54 കേട്ടോ. പിന്നെ നമ്മുടെ
ഈ വണ്ടിയുടെ ആപ്ലിക്കേഷൻസ് നോക്കുവാണെങ്കിൽ 3 ടൈപ്പിലുള്ള ആപ്ലിക്കേഷനുള്ള വണ്ടിയാണ് വന്നത്. ഒന്ന് സ്കൂൾ ബസ് ആയിട്ട്, പിന്നെ സ്റ്റാഫ് ബസ് ആയിട്ട്, പിന്നെ ലക്ഷറി കോച്ച് ആയിട്ട്, അതായത് നമ്മുടെ ടൂറിസ്റ്റ് ബസിന്റെ ഇതിലേക്ക്. പിന്നെ നമുക്ക് എഞ്ചിനെ കുറിച്ച് നോക്കാം. എഞ്ചിൻ നോക്കുവാണെങ്കിൽ 3.3 ലിറ്റർ എഞ്ചിനാണ്. പവർ നോക്കുവാണെങ്കിൽ 2600 RPM 156.9 HP പവർ ആണ് വരുന്നത്. ടോർക്ക് നോക്കുവാണെങ്കിൽ ടോർക്ക് 475 NM ടോർക്കാണ് കേട്ടോ വരുന്നത്. പിന്നെ ക്ലച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 330 mm ഡയലുള്ള ക്ലച്ചാണ് വരുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് ഗിയർ ബോക്സ് നോക്കാം. അപ്പൊ ഗിയർ ബോക്സിലേക്ക് നോക്കുവാണെങ്കിൽ ഗിയർ ബോക്സ് വരുന്നത് G550 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. കേബിൾ ഷിഫ്റ്റ് ആണ് കേട്ടോ. പിന്നെ ടയർ നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു 235/75 റേഡിയൽ ടയർ ആണ് വരുന്നത്. പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ സസ്പെൻഷൻ വന്നേക്കണേ ഡ്യുവൽ സ്റ്റേജ് പാരാബോളിക് സസ്പെൻഷൻ ആണ് കേട്ടോ വന്നേക്കണേ. പിന്നെ നമ്മുടെ GVW നോക്കുവാണെങ്കിൽ 10800 കിലോയും ആണ്. പിന്നെ നമുക്ക് അടുത്തായിട്ട് വണ്ടിയുടെ ലെങ്ത് ഒന്ന് നോക്കിയേക്കാം അല്ലെ. ലെങ്ത് മൊത്തം നമുക്ക് നോക്കുവാണെങ്കിൽ 34.25 ഫീറ്റ് ആണ് കേട്ടോ വണ്ടിയുടെ ടോട്ടൽ ലെങ്ത് വരുന്നത്. അപ്പൊ റിയർ ഓവർ ഹാങ്ങിങ് നോക്കുവാണെങ്കിൽ 10.62 ഫീറ്റ്, ഫ്രണ്ട് ഓവർ ഹാങ്ങിങ് നോക്കുവാണെങ്കിൽ 5.90 ഫീറ്റും ആണ് കേട്ടോ വരുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഈ വണ്ടിയുടെ വിശേഷങ്ങൾ. എന്തായാലും വണ്ടി സംഭവം പൊളിച്ചു പോനെ. ഓടിച്ചിട്ടൊക്കെ ആണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വണ്ടിക്ക് വലിയ സൗണ്ട് ഒന്നുമില്ല കേട്ടോ, ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള സൗണ്ടൊക്കെ ഉള്ളൂ. അത്യാവശ്യം നല്ല പവറോ കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി ഉഷാറാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഓജസിന്റെ ബോഡിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, സൂപ്പർ ആണല്ലോ. അപ്പൊ നമുക്ക് ഇന്ന് വണ്ടി വിട്ടു തന്ന മാധവ ഹോളിഡേയ്സിലെ ബിനു ചേട്ടനും, അതുപോലെ തന്നെ നമ്മുടെ പ്രവീഷ് ഡ്രൈവർ ചേട്ടൻ, അതുപോലെ തന്നെ ഓജസിലെ റിജു ചേട്ടൻ, അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും നമ്മുടെ ഒരുപാട് സ്നേഹം. അപ്പൊ ഇവരുടെയൊക്കെ നല്ലൊരു സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇന്നിപ്പോ ഈ ഒരു വീഡിയോ ചെയ്തേക്കണത്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കരുത് കേട്ടോ. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോവാണ്. അപ്പൊ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. അപ്പൊ ഇതുപോലത്തെ കിഡിലൻ വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പൊ താങ്ക് യു സോ മച്ച്.